ഈ +1 പ്രവേശനത്തിനായി മന്ത്രി സ്പെഷ്യൽ ഓർഡറുകൾ അനുവദിക്കാറുണ്ട്. ഈ സ്പെഷ്യൽ ഓർഡറുകൾ ദുരുപയോഗപ്പെടുത്തുന്നതായുള്ള ആക്ഷേപമാണ് നിലവിൽ വരുന്നത്. ഭിന്നശേഷിക്കാർക്കും രോഗികൾക്കും അവരുടെ വീടിനടുത്ത് തന്നെ പ്രവേശനം ലഭിക്കുന്നതിനായിട്ട് പ്രയോജനപ്പെടുത്തേണ്ടതാണ് ഈ സ്പെഷ്യൽ ഓർഡറുകൾ. എന്നാൽ ഇത് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ദുരുപയോഗപ്പെടുത്തുകയാണ് എന്നുള്ള ആക്ഷേപമാണ് വരുന്നത്. സ്പെഷ്യൽ ഓർഡർ വഴിയും വിദ്യാർത്ഥികൾ എത്തുന്നതോടെ ഒരു ക്ലാസ്സിൽ 70-ലധികം കുട്ടികളാണ് പഠിക്കുന്നത്. ക്ലാസ് റൂം പഠന പ്രവർത്തനങ്ങളെ ഇത് ബാധിക്കുന്നതായി അധ്യാപകരും പറയുന്നു. ഇത് കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. കഴിഞ്ഞ അധ്യയന വർഷം മാത്രം ഇവിടെ സ്പെഷ്യൽ ഓർഡർ വഴി പ്രവേശനം നേടിയത് 20 വിദ്യാർത്ഥികൾ. ഇതിൽ 2 പേർ സയൻസ് ബാച്ചിൽ, ഹ്യൂമാനിറ്റി ബാച്ചിൽ 11 പേർ, കൊമേഴ്സിൽ 7 പേരും. സ്കൂളിൽ ആകെയുണ്ടായിരുന്ന ഒരു ഒഴിവിലാണ് 20 പേർക്കും സ്പെഷ്യൽ ഓർഡർ അനുവദിച്ചത്. മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവർക്ക് മാത്രം പ്രവേശനം ലഭിച്ച സയൻസ് ബാച്ചിൽ സ്പെഷ്യൽ ഓർഡർ വഴി എത്തിയ വിദ്യാർത്ഥികൾക്ക് ആകെയുള്ളത് 2 A+. 50 സീറ്റുള്ള ഒരു ക്ലാസ്സിൽ 70-ലേറെ പേരെ ഇരുത്തി പഠിപ്പിക്കേണ്ടി വരുന്നത് അധ്യാപകർക്ക് പ്രയാസമുണ്ടാക്കുന്നു. വിദ്യാർത്ഥികളുടെ പഠനത്തെയും ഇത് സാരമായി ബാധിക്കുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് മാത്രമല്ല, റിസൾട്ടിനെ കൂടി ബാധിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് സ്പെഷ്യൽ ഓർഡർ വരുന്നത് ഏകദേശം ഓണപ്പരീക്ഷയോട് അടുത്തിട്ട്, ഇല്ലെങ്കിൽ ഓണപ്പരീക്ഷ കഴിഞ്ഞിട്ട് ഈ സമയമൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ സ്വാഭാവികമായും കുട്ടികൾക്ക് പഠിക്കുന്നതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും. പകുതി പോർഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ സ്കൂളിനെയും അതിന്റെ റിസൾട്ടിനെയും ഒക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അശാസ്ത്രീയമായ സ്പെഷ്യൽ ഓർഡർ സംവിധാനം നിയന്ത്രിക്കണമെന്ന് രക്ഷിതാക്കളും പറയുന്നു. കമ്പ്യൂട്ടർ സയൻസിൽ കയറിയ 2 കുട്ടികൾ, ആ 2 കുട്ടികൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ അർഹനാണോ എന്ന് പോലും ആ കുട്ടികളോട് ചെയ്യുന്ന ക്രൂരതയാണ് പാരന്റ്സ് ചെയ്തതെന്നാണ് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ള അഭിപ്രായം. അപ്പൊ ഇത് പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് ഇനി മേലിൽ ഈ സ്പെഷ്യൽ ഓർഡർ നൽകുമ്പോൾ അർഹരായവർക്ക് നൽകുന്നതിൽ വിരോധമില്ല. പക്ഷേ അത് ഒരു വേക്കൻഡിലാണ് ഈ 20ഓളം കുട്ടികൾ കഴിഞ്ഞ വർഷം ഈ സ്കൂളിൽ അഡ്മിഷൻ വാങ്ങിയത്. ഭിന്നശേഷിക്കാർക്കും രോഗികൾക്കും വീട്ടിനടുത്ത് തന്നെ +1 പ്രവേശനം ലഭിക്കുന്നതിനായാണ് സ്പെഷ്യൽ ഓർഡറുകൾ. കൂടാതെ അനിവാര്യമായ കാരണത്താൽ അപേക്ഷ നൽകാനാവാത്തവരെയും പരിഗണിക്കാം. എന്നാൽ വ്യക്തമായ ഒരു കാരണവും രേഖപ്പെടുത്താതെയാണ് ഇപ്പോൾ സ്പെഷ്യൽ ഓർഡർ അനുവദിക്കുന്നത്. ഇത് നിയന്ത്രിക്കണമെന്നാണ് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെയും നിർദ്ദേശം. ഷഫീഖ് നസറുള്ള, മീഡിയ 1, കാസർഗോഡ്. വിവരങ്ങൾ തത്സമയം നൽകാനായി ഷഫീഖ് നസറുള്ള ചേരുകയാണ്. ഷഫീഖ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ മന്ത്രിമാരുടെ സ്പെഷ്യൽ ഓർഡറുകൾ എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാർക്ക് അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് ദുരുപയോഗപ്പെടുത്തി അല്ലാത്ത ആളുകളാണോ ഇങ്ങനെ സ്കൂളുകളിൽ കയറി പറ്റുന്നത്? തീർച്ചയായും ഈ ഓർഡർ തന്നെ ഒരു വിചിത്രമായ കാര്യമാണ്. ഈ ഓർഡറിൽ പരാമർശിക്കുന്ന ഒരു കാര്യം, മറ്റു വിധത്തിൽ അർഹതയുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ കേസായി ഇത് പരിഗണിക്കണം എന്നാണ് ഈ ഓർഡറിൽ രേഖപ്പെടുത്തിയത്. മറ്റു വിധത്തിൽ അർഹതയുണ്ടെങ്കിൽ എന്നത് എങ്ങനെയാണ് പരിഗണിക്കുക എന്നതാണ് പ്രിൻസിപ്പൽമാർ ചോദിക്കുന്നത്. മറ്റു വിധത്തിലുള്ള അർഹത ഏത് സ്വഭാവത്തിലാണ് അളക്കേണ്ടത്? മറ്റു വിധത്തിൽ അർഹതയുണ്ടെങ്കിൽ ഇതൊരു സ്പെഷ്യൽ കേസായി അനുവദിച്ച് അവർക്ക് പ്രവേശനം നൽകണം എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. ഈ മറ്റു വിധത്തിലുള്ള അർഹത ഇല്ല എന്ന് രേഖപ്പെടുത്തി തിരിച്ചയക്കാനുള്ള രീതി പ്രിൻസിപ്പൽമാർക്കില്ല. അതുകൊണ്ട് തന്നെ അവർ സ്പെഷ്യൽ ഓർഡറുമായി വരുന്ന വിദ്യാർത്ഥികളെ സ്കൂളിൽ അഡ്മിഷൻ നടത്തുക എന്നതാണ് പതിവ്. ഈ ഓർഡറിൽ സൂചിപ്പിക്കുന്നത് മറ്റു വിധത്തിൽ അർഹതയുണ്ടെങ്കിൽ എന്നതാണ്. ഈ മറ്റു വിധത്തിലുള്ള അർഹത അതിൽ പ്രത്യേകമായി പരാമർശിക്കുന്നില്ല എന്നതാണ് ഒരു പ്രശ്നം. മറ്റൊന്ന്, ഈ ഏകജാലകം വഴിയാണ് പ്രവേശനം പൂർണ്ണമായും നടപ്പിലാക്കുന്നത്. അങ്ങനെ ഏകജാലകം വഴി ഉള്ള പ്രവേശനത്തിൽ മുഴുവൻ വിഷയങ്ങളിലും A+ കിട്ടിയ ആളുകൾക്കാണ് മലബാർ മേഖലകളിൽ +1 സയൻസ് ബാച്ചിൽ പ്രവേശനം ലഭിക്കാറുള്ളത്. A+ ലഭിച്ച കുട്ടികൾക്ക് പോലും അവരുടെ ഇഷ്ടവിഷയവും ഇഷ്ട സ്കൂളും ലഭിക്കാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. അങ്ങനെ വരുമ്പോൾ അവരുടെ 1ാമത്തെ ഓപ്ഷനിൽ അഡ്മിഷൻ ലഭിക്കാതെ 2ാമത്തെയോ 3ാമത്തെയോ ഓപ്ഷനിലാണ് ഈ കുട്ടികൾ പഠിക്കുന്നത്. ആ സമയത്താണ് ഞാൻ റിപ്പോർട്ട് ചെയ്ത കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 20 പേരാണ് കഴിഞ്ഞ അധ്യയന വർഷം ഇങ്ങനെ സ്പെഷ്യൽ ഓർഡറുമായി പ്രവേശനം നൽകിയത്. അതിൽ 2 പേർ കമ്പ്യൂട്ടർ സയൻസിലാണ്. ഈ 2 പേർ അവിടെ ഏറ്റവും അവസാനം ഏകജാലകം വഴി പ്രവേശനം ലഭിച്ചത് മുഴുവൻ A+ കിട്ടിയ കുട്ടികളാവുമ്പോൾ ഈ വന്ന 2 കുട്ടികൾ, ഒരു കുട്ടിക്ക് ഒറ്റ A+ പോലുമില്ല, മറ്റൊരു കുട്ടിക്ക് 2 A+ മാത്രം. അപ്പോൾ അവിടെയുള്ള രക്ഷിതാക്കളും വിദ്യാർത്ഥികളും സൂചിപ്പിക്കുന്നത്, ഇങ്ങനെ A+ ലഭിച്ചതിനു ശേഷം ഏകജാലകം വഴി അപേക്ഷ നൽകി അവിടെ പഠിക്കുന്ന കുട്ടികളെ ഓടുള്ള ഒരു വഞ്ചന കൂടിയാണ്. ഇങ്ങനെ യോഗ്യതയില്ലാതെ A+ ലഭിക്കാത്ത കുട്ടികൾ മറ്റ് സയൻസ് ബാച്ചുകളിൽ പഠിക്കാൻ കഴിയാതെ കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലുമൊക്കെ പഠിക്കുന്ന ഒരു ഘട്ടത്തിൽ പിന്നീട് ഓണപ്പരീക്ഷയോടനുബന്ധിച്ച് വരുന്ന സമയത്താണ് ഇങ്ങനെ കുട്ടികൾ സ്പെഷ്യൽ ഓർഡറുമായി
ഓർഡറുമായി വരുന്നത്. അതുപോലെ അവിടെയുള്ള മറ്റു ബാച്ചുകളിലേക്ക് കൂടുതൽ കുട്ടികൾ 11 കുട്ടികളാണ് ഹ്യൂമാനിറ്റീസ് ബാച്ചിലേക്ക് വന്നത്. 7 കുട്ടികൾ കൊമേഴ്സ് ബാച്ചിലേക്കും വന്നു. 11 കുട്ടികൾ വരുമ്പോൾ അതിൽ 5-ലധികം കുട്ടികൾ ഒരേ ക്ലാസ്സിൽ, നിലവിൽ 50 കുട്ടികളാണ് ഒരു +1 ക്ലാസ്സിൽ ഇരിക്കേണ്ടത്. 30% അധിക സീറ്റുകൾ സർക്കാർ നൽകിയിട്ടുണ്ട്, പ്രത്യേകിച്ചും മലബാർ മേഖലകളിൽ സീറ്റ് പ്രതിസന്ധിയുടെ പേരിൽ. അങ്ങനെ വരുമ്പോൾ 65 കുട്ടികൾ ഒരു ക്ലാസ്സിൽ സ്വാഭാവികമായും ഉണ്ടാവും. 5 പേർ സ്പെഷ്യൽ ഓർഡറുമായി വരുമ്പോൾ 70 കുട്ടികളെയാണ്, അതും മുതിർന്ന കുട്ടികൾ എന്ന് 10ാം ക്ലാസ്സിൽ കഴിഞ്ഞ് വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അധ്യാപകർക്ക് ഈ ക്ലാസ്സിൽ 70 കുട്ടികളുള്ള ക്ലാസ് നിയന്ത്രിക്കാൻ പ്രയാസമുണ്ടാകുന്നു. അവിടെ പഠന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് തടസ്സമുണ്ടാകുന്നു. അതുകൊണ്ട് ഒരിക്കലും ഈ സ്പെഷ്യൽ ഓർഡർ വഴി ഇങ്ങനെ കുട്ടികളെ തള്ളിക്കയറ്റരുത് എന്നൊരാവശ്യമാണ് രക്ഷിതാക്കൾ, PTA കമ്മിറ്റികൾ, അതുപോലെ തന്നെ SMCകൾ, അധ്യാപകരൊക്കെയും സൂചിപ്പിക്കുന്നത്. സയൻസ് ബാച്ച് ആകുന്ന സമയത്ത് അവർക്ക് കമ്പ്യൂട്ടറിൽ സയൻസും മറ്റ് ലബോറട്ടറി പ്രവർത്തനങ്ങളും ഒക്കെ നടത്തണം. 70 കുട്ടികൾക്ക് ഓരോ കുട്ടികളെയും വീതം വെച്ച് 20 കുട്ടികളൊക്കെയാണ് ഈ ലാബിലേക്ക് കയറ്റുക. അങ്ങനെ വരുമ്പോൾ പോലും ആ പ്രവർത്തനങ്ങളെയും സാരമായി ഇത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഘട്ടത്തിലും ഇത് അനിവാര്യമായ കേസിൽ മാത്രമാണ് സ്പെഷ്യൽ ഓർഡർ അനുവദിക്കേണ്ടത്. ഒറ്റ സ്കൂളിൽ തന്നെ 20 കുട്ടികൾക്ക് ഇങ്ങനെ സ്പെഷ്യൽ ഓർഡർ അനുവദിച്ചു. മലബാർ മേഖലകളിലുള്ള വിവിധ സ്കൂളുകളിൽ ഇങ്ങനെ സ്വാധീനം ഉപയോഗിച്ചുമൊക്കെ പിന്നീട് ഏകജാലക പ്രവേശന പ്രവർത്തനങ്ങൾ മുഴുവനും കഴിഞ്ഞതിന് ശേഷം പിന്നീട് സ്കൂളുകളിലേക്ക് വരുന്നു എന്നത് വലിയ പ്രയാസമുണ്ടാക്കുന്നു. അതുകൊണ്ട് ഈ അധ്യയന വർഷം മുതൽ ഇത്തരത്തിൽ കൂടുതൽ കുട്ടികളെ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്നതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് രക്ഷിതാക്കളും കൂട്ടത്തോടെ പറയുന്നത്. ജിൽസേ. ശരി.